മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ദൈവവചനത്തിൽ നിന്ന് കർത്താവിൻ്റെ ദാസൻ ഇട്ടി വർഗീസ് കല്ലിശ്ശേരി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രമിച്ചാലും. മോർണിംഗ് വോയിസിൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 8-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യം നമുക്ക് ഒന്ന് വായിക്കാം. 1 Kings chapter 8 verse 24. നീ എൻ്റെ അപ്പനായ ദാവീദ് എന്ന നിർദാസന് ചെയ്ത വാഗ്ദാനം പാലിച്ചിരിക്കുന്നു. തിരുവായ കൊണ്ട് അരുളി ചെയ്തത് ഇന്ന് കാണുന്നത് പോലെ തൃക്കൈ കൊണ്ട് നിവർത്തിച്ചുമിരിക്കുന്നു. തിരുവായ കൊണ്ട് അരുളി ചെയ്തത് ഇന്ന് കാണും പോലെ തൃക്കൈ കൊണ്ട് നിവർത്തിച്ചിരിക്കുന്നു. ശലോമോൻ്റെ ഈ വാക്കുകൾ വളരെ നന്ദിയുള്ള, താഴ്മയുള്ള ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകളാണ്. എന്തെന്നാൽ ഇന്ന് ഞാനായിരിക്കുന്ന എൻ്റെ ഈ അവസ്ഥ, എൻ്റെ സ്ഥാനം, എൻ്റെ മാനം, എൻ്റെ അനുഗ്രഹം, എൻ്റെ നന്മ എല്ലാം ദൈവം എൻ്റെ അപ്പനായ ദാവീദിനോട് അരുളി ചെയ്ത വാഗ്ദാനപ്രകാരം താൻ തന്നെ നിവർത്തിച്ചിരിക്കുന്നതാണ്. ആ പറഞ്ഞതിൻ്റെ അർത്ഥം എൻ്റെ അപ്പനോ ഞാനോ ഒന്നും ചെയ്തിട്ടല്ല, അരുളി ചെയ്തത് ദൈവമാണ്, വാഗ്ദത്തം ചെയ്തത് ദൈവമാണ്. ആ ദൈവം തന്നെ അത് നിവൃത്തിയായി. ശരിയല്ലേ? നമ്മെ സംബന്ധിച്ചും നാം ഇന്ന് അനുഭവിക്കുന്ന ആത്മീയ, ഭൗതിക, ശാരീരിക, മാനസിക എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തതും താൻ തന്നെ നിവർത്തിച്ചു തന്നതുമാണ്. നമ്മുടെ ഏതെങ്കിലും പ്രവൃത്തിയോ സഹായമോ അതിന് ദൈവത്തിന് ആവശ്യമില്ല. അല്ലാതെ തന്നെ ദൈവം അത് നിവർത്തിച്ചു തന്നു. എന്നാൽ നാം ചെയ്തേണ്ടത് ദൈവത്തിൽ ആശ്രയിക്കുക, വചനത്തിൽ ശരണപ്പെടുക, അണുവിട അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ ദൈവത്തിന് മുമ്പാകെ നിൽക്കുക. നാം അത് നിന്നുകൊടുത്താൽ മാത്രം മതി, നമ്മെ എത്തിക്കേണ്ടിടത്ത് കർത്താവ് എത്തിച്ചോളും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, എസ്കലേറ്റർ, അതായത് യന്ത്രക്കോവേണി, നമ്മൾക്കൊക്കെ വളരെ സുപരിചിതമായ ഒരു കാര്യമാണല്ലോ. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലും എയർപോർട്ടിലും ഒക്കെ ധാരാളം അത് കാണാം. നമ്മളതിൽ കയറിയിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും താഴത്തെ സ്റ്റെപ്പിൽ കയറി നിന്നാൽ മാത്രം മതി. ആ യന്ത്രം പ്രവർത്തിച്ച് നമ്മളെ പതുക്കെ മുകളിൽ കൊണ്ടെത്തിക്കും. അത് നമുക്ക് ചവിട്ടി കയറുവാനുള്ള ഒരു കോവണിയല്ല, നിന്നു കൊടുത്താൽ മാത്രം മതി. ഇതായിരിക്കണം നമുക്ക് ദൈവസന്നിധിയിലുള്ള മനോഭാവം. കർത്താവിന് മുൻപാകെ നിന്നു കൊടുക്കുക, പ്രമാണത്തിന് മുൻപാകെ നിന്നു കൊടുക്കുക. എത്തിക്കേണ്ടിടത്ത്, എത്തിക്കേണ്ട സമയത്ത് എത്തിക്കേണ്ടവൻ എത്തിച്ചോളും. നിങ്ങൾ കണ്ടിട്ടില്ലേ, പലപ്പോഴും ഈ യന്ത്രക്കോവണിയിൽ, എസ്കലേറ്ററിൽ ചില ആളുകൾ ധൃതി വെച്ച് സ്റ്റെപ്പ് കയറിപ്പോകും. നിശ്ചയമായിട്ടും അപകടമുണ്ടാകും. വസ്ത്രം എവിടെയെങ്കിലും കുരുങ്ങുകയോ, വസ്ത്രത്തെ ചവിട്ടി വീഴാൻ തുടങ്ങുകയോ, മറ്റാരുടെയെങ്കിലും സഹായത്തോടെ രക്ഷപ്പെടുകയൊക്കെ ചെയ്യേണ്ടി വരും. അതിനൊന്നും ആവശ്യമില്ല. ചവിട്ടി കയറി പോകണ്ട, ശാന്തമായിട്ട് നിന്നു കൊടുത്താൽ മാത്രം മതി, നമ്മളെ കർത്താവ് അവിടെ കൊണ്ട് എത്തിക്കും. ഞാൻ 2 ഉദാഹരണങ്ങൾ മാത്രം പറയാം. ഒന്ന്, യാക്കോബിനെ സംബന്ധിച്ച. യാക്കോബും ഏശാവും അവരുടെ മാതാവിൻ്റെ വയറ്റിലായിരുന്നപ്പോൾ, അവരുടെ അമ്മ ഗർഭിണിയായിരുന്നപ്പോൾ അവളോട് ദൈവം പറഞ്ഞതാണ്, നിൻ്റെ ഉദരത്തിൽ 2 ജാതികളുണ്ട്, 2 വംശങ്ങളുണ്ട്, മൂത്തവൻ ഇളയവനെ സേവിക്കും എന്നിങ്ങനെയുള്ള വാക്കുകൾ നേരത്തെ പറഞ്ഞതാണ്. അത് അവൾ കേട്ടു, അവൾക്ക് മനസ്സിലായി. അവൾ ഇസാക്കിനോട് പറഞ്ഞു കാണും, യാക്കോവും ഏശാവും ജനിച്ചപ്പോൾ അവരോടും പറഞ്ഞു കാണും. എന്നാൽ
നമുക്കറിയാമല്ലോ, ഈ അനുഗ്രഹമെല്ലാം അപഹരിച്ചെടുക്കേണ്ടതിനായിട്ട് ഈ യാക്കോബും റിബേക്കയും എന്തുമാത്രം കഷ്ടപ്പെട്ടു, എന്തുമാത്രം അവരുടെ വളഞ്ഞ ബുദ്ധി ഉപയോഗിച്ചു. അവരങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു, ഓടുന്നു, വസ്ത്രം മാറുന്നു, ആഹാരം പാചകം ചെയ്യുന്നു, എന്തെല്ലാം കാര്യം ചെയ്യുന്നു. എന്തിനാ? നന്മ, അനുഗ്രഹം അപഹരിച്ചെടുക്കാൻ. പക്ഷെ കർത്താവ് നേരത്തെ എന്താ പറഞ്ഞത്? നിന്നെ ഞാൻ വലിയവനാക്കും, മൂത്തവൻ ഇളയവനെ സേവിക്കും. ഈ കാര്യം നേരത്തെ പറഞ്ഞതാണ്. എന്നിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് അത് പ്രാപിപ്പാനുള്ള ശ്രമമാണ്. നമ്മൾ മുമ്പ് വായിച്ച വാക്യത്തിന് വിരുദ്ധമായത്. നിന്ന് കൊടുത്താൽ മതിയായിരുന്നു, എത്തിക്കേണ്ടടുത്ത് എത്തിക്കുമായിരുന്നു. ഇത് ധാരാളം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയും ചെയ്തു, കഷ്ടപ്പെടുകയും ചെയ്തു, പേരുദോഷം ഉണ്ടാകുകയും ചെയ്തു. അവസാനം കർത്താവിന് വാഗ്ദത്തം പാലിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. താൻ ദൈവമല്ലേ. താൻ തന്നെ കറക്കി കൊണ്ടുവന്ന് മൽപ്പിടുത്തം ഉണ്ടാക്കി അവനെ അനുഗ്രഹിച്ച് പേരും മാറ്റിയിട്ടു. പക്ഷെ ഒരു ചെറിയ ഉളുക്ക് കൊടുത്താ വിട്ടത്. ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു. ശാന്തമായിട്ട് നിന്ന് കൊടുത്തിരുന്നെങ്കിൽ സമയത്ത് അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യാമായിരുന്നു. പേരും മാറി കിട്ടിയതിന്, എല്ലാം കിട്ടിയതിന് ഈ ഉളുക്കിൻ്റെ ആവശ്യമില്ലാതെ മുൻപോട്ട് പോകാനായിട്ട് സാധിക്കുമായിരുന്നു. ഞാനിവിടെ അവസാനിപ്പിക്കുക. ആദ്യം വിശദീകരിക്കാൻ ആവശ്യമില്ല. എൻ്റെ ശ്രോതാക്കളുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പ്രാപ്തിയുള്ളവരാണെന്ന് എനിക്കറിയാം. എൻ്റെ പ്രിയ സഹോദരന്മാരെ, നമ്മുടെ അധ്വാനം കൊണ്ടും ഓടി നടപ്പുകൊണ്ടും നമ്മുടെ കുബുദ്ധി കൊണ്ടും വളഞ്ഞ ബുദ്ധി കൊണ്ടും ഒന്നും നേടാൻ സാധിക്കത്തില്ല. കർത്താവിന് മുൻപാകെ പ്രമാണം പാലിച്ച് ശാന്തമായിട്ട് നിന്ന് കൊടുത്താൽ മതി. അവൻ നമ്മെ എത്തിക്കേണ്ട സമയത്ത് കൃത്യമായിട്ട് എത്തിച്ചിരിക്കും. യാതൊരു സംശയമില്ല. നമുക്കിങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ ബൈബിളിൽ പറയാനും കാണാനും സാധിക്കും. നമുക്ക് രാവിലെ ഇങ്ങനെ ഒരു ധ്യാനത്തിനായിട്ട് മാത്രം ഞാനൊരു ചിന്ത പറഞ്ഞു വന്നേ ഉള്ളൂ. യോസഫിനെക്കുറിച്ച്, യോശുവയെക്കുറിച്ച്, കാലേബിനെക്കുറിച്ച്, യോബിനെക്കുറിച്ച്, പൗലോസിനെക്കുറിച്ച് ഒക്കെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. അവരൊന്നും വളഞ്ഞ വഴി നോക്കിയവരല്ല. ശാന്തമായി നിന്ന് കർത്താവിന് സമയത്ത് എത്തേണ്ടിടത്ത് എത്തിയവരാണ്. നമുക്കും ഇന്ന് രാവിലെ തീരുമാനമെടുക്കാം. കർത്താവെ, നിൻ്റെ വാഗ്ദത്തം നീ തന്നെ നിവർത്തിക്കുമല്ലോ. ഞാനിതാ നിൻ്റെ കരങ്ങളിലേക്ക് എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഞാൻ ശാന്തമായി പൊക്കോളാം, ഞാൻ വിനയപ്പെട്ട് പൊക്കോളാം, ഞാൻ സ്വയമായിട്ടൊന്നും ഉയരാൻ ആഗ്രഹിക്കുന്നില്ല, നീ എന്നെ എത്തിച്ചാൽ മതി. അങ്ങനെയെങ്കിൽ നമുക്കും പിൽക്കാലങ്ങളിൽ പറയാൻ സാധിക്കും, തിരുവായ കൊണ്ട് അരുളി ചെയ്തതുപോലെ, ഇന്ന് കാണുന്നത് പോലെ തൃക്കൈ കൊണ്ട് നിവർത്തിച്ചിരിക്കുന്നു. ഞാനല്ല, പറഞ്ഞതും കർത്താവ്, പ്രവർത്തിച്ചതും കർത്താവ്. എല്ലാ മഹത്വവും കർത്താവിനെന്ന് നന്ദിയോടെ പറയുവാനായിട്ട് സാധിക്കും. ഈ ചിന്ത നമുക്കെല്ലാവർക്കും അങ്ങനെ പറയുവാൻ മുഖാന്തരമായി തീരട്ടെ. കർത്താവിൻ്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.